അതിന് ഞങ്ങൾക്കൊന്ന് വൈറലാവാൻ. വൈറലാവണമെങ്കിൽ പഞ്ചായത്തിന്റെ ചെലവിൽ വൈറലാവുന്ന ആരും വിചാരിക്കണ്ട. വൈറലാവണമെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ ചെലവിൽ വൈറലായിക്കോളും. അതിന് എനിക്ക് ഭർത്താവില്ലല്ലോ. ഭർത്താവില്ലെങ്കിൽ ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത്. അതല്ലെന്ന് ഒരു പരാതി എഴുതിയിട്ട് ഒരു ആപ്ലിക്കേഷൻ എഴുതി പഞ്ചായത്തിലേക്ക് താ. അപ്പൊ ഭർത്താവിനെ കിട്ടുമോ? ഭർത്താവിനല്ല, വിധവാ പെൻഷൻ കിട്ടും. അതെനിക്ക് വേണ്ട. അതിനോട് താല്പര്യം വേണ്ട, അത് വിട്ടേക്ക്. ഇന്ന് നമ്മൾ എന്തിനാണ് ഇവിടെ കൂടിയിരിക്കുന്നത്? തെങ്ങിന്റെ കടമാന്താൻ ഇപ്പോഴോ തൊഴിലുറപ്പിന്റെ പണിസൈറ്റിൽ കിടക്കുവാണോ? എന്റെ പൊന്ന സുലോചന, നമ്മളിവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? നാടകത്തിന്റെ റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ശരിയാണല്ലോ. കുടുംബശ്രീയുടെ ഭാഷയത്തിന് നാടക റിഹേഴ്സൽ ചെയ്യാൻ ഇവിടെ കൂടിയിരിക്കുന്നത്. അതെ, ആ കഥാപാത്രം തന്നെ എനിക്കൊന്ന് ആവാഹിക്കായിരുന്നു. ആവാഹിക്കാൻ നിങ്ങളാരാ? മേപ്പാടം നീമയോ? മെമ്പർക്ക് അതൊന്നും അറിയില്ലേ? നമ്മൾ ഈ ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ കണ്ടിട്ടില്ലേ, ഈ നയൻതാരയുടെ കയ്യിലും മഞ്ജുവാരിയുടെ കയ്യിലൊക്കെ ചെറിയ ചെറിയ പേപ്പറുകൾ ഉദ്ദേശിച്ചത്. അതല്ലേ, അതുപോലെ അറിയത്തില്ല. എന്നിട്ട് നായിക നടക്കാം. അതെനിക്കറിയാം. നിനക്കറിയോ? ഞാൻ ടെസ്റ്റ് ചെയ്തതാ. ഓ, ആ സ്ക്രിപ്റ്റ് ഇങ്ങോട്ട് കിട്ടിയാൽ എനിക്കതങ്ങനെ ആവാഹിക്കാറ്. ഈ നയൻതാരക്കൊക്കെ സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാല് അവർ അഭിനയിക്കുമ്പോ അവരുടെ മുഖത്ത് എന്തെങ്കിലും വരും. അപ്പൊ എന്റെ മെമ്പർ മുഖത്താണ് വരാത്തത്. വായിന് ഒരാളെ സഹിക്കാനേ പറ്റത്തില്ല. എന്തായാലും വേണ്ടില്ല, ഞാൻ തന്നെ ഈ നാടകത്തിൽ നായിക. എന്തോ അമ്മയോ? പിന്നെ ഞാനിവിടെ എന്നാണ് നിൽക്കുന്നതാ. നീ ഇങ്ങോട്ട് വന്നേ. നീ എന്റെ മകന്റെ ഭാര്യയാണ്, അല്ലാതെ നിന്റെ മകന്റെ ഭാര്യയല്ല ഞാൻ. അതുകൊണ്ടാ പറഞ്ഞു ഞാനാ നായിക. നായിക അങ്ങനെ എന്ത് യോഗ്യത കേട്ടോ മെമ്പറെ? എന്താ യോഗ്യത? ഞാൻ എത്രമാത്രം സമ്മാനങ്ങൾ മേടിച്ചു കൂട്ടിയേക്കണെന്ന് അറിയോ? പ്രചനവേഷത്തിന്. ആ വേഷം കെട്ടിൽ നമ്മൾ മിടുക്കിയായിരുന്നു. എന്താന്ന്? ഒന്നുമില്ല, മെജിനമ്മ ബൂസ്റ്റ് ചെയ്തതാ. കേട്ടോ മെമ്പറെ, എനിക്ക് സമ്മാനമൊക്കെ കിട്ടിയിട്ടുള്ളതാ. പ്രസംഗത്തിന്. അധിക പ്രസംഗത്തിനായിരിക്കും. എന്താമ്മേ? എന്നെ ബൂസ്റ്റ് ചെയ്തല്ലോ, അതുകൊണ്ട് ഞാൻ മോളെ ഒന്ന് ബൂസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് മാത്രം നായികയായാൽ മതിയോ? എന്റെ ഉഷ നായികയാവാൻ കുറച്ച് കഴിവൊക്കെ വേണം. മെമ്പറെ, അത് മെമ്പറുടെ വെറും തെറ്റിദ്ധാരണയാണ്. നാട്ടുകാർക്ക് മൊത്തം അറിയാം. മെമ്പറെ, പുതുമോൾക്ക് അവസരം കൊടുക്കാം. അതെ, മിനിമോള് പറഞ്ഞോട് ഞാൻ യോജിക്കുന്നു. പുതുമോൾക്ക് അവസരം കൊടുക്കണം. അതുകൊണ്ട് ഞാൻ തന്നെ നായിക. ശരി, ഈ പഞ്ചായത്തിന്റെ ADS ആണല്ലോ ഞാൻ. അപ്പൊ ഒരു പ്രശ്നം വന്ന സ്ഥിതിക്ക് നമുക്ക് ഭൂരിപക്ഷം നോക്കാം. മിനിമോള് മതി നായിക എന്നുള്ളവർ കൈപ്പൊക്കൂ. രണ്ട് കാലും കൂടെ പൊക്കാത്ത എന്ത്? ഓർമ്മ വേണം. ശരി, ആയിക്കോട്ടെ, ഭൂരിപക്ഷം മിനിമോൾക്ക്. അപ്പൊ മിനിമോൾ തന്നെ നായിക. പക്ഷെ നാളെ മുതൽ ആരൊക്കെ തൊഴിലുറപ്പിന് വരണമെന്ന് ഞാൻ തീരുമാനിക്കും. കണ്ടു മെമ്പറെ, എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ഞാൻ തന്നെ നായിക. മനസ്സിലായി. നിങ്ങൾ ആരും ഇവിടെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്നുള്ള നാടകം പഠിപ്പിക്കാൻ വേണ്ടി സ്കൂൾ ഓഫ് ഡ്രാമയെന്ന് ഒരു ആർട്ടിസ്റ്റ് വരും. അപ്പൊ ആ മാഷ് തീരുമാനിക്കും ആര് നായികയാവണമെന്ന്. കേട്ടല്ലോ, പുള്ളിന് ഒരു ദിവസം നമുക്ക് കിട്ടുള്ളൂ. പുള്ളിനെ കിട്ടാവുന്ന സംഭവം നമ്മൾ മാക്സിമം നമ്മൾ ഊറ്റിയെടുക്കണം. പിന്നെ പുള്ളി വരുമ്പോ നിങ്ങളുടെ ചന്ത സ്വഭാവം ഇവിടെ കിടന്ന് കാണിക്കല്ലേ. അതെന്തിനാ മെമ്പർ എന്റെ മുഖത്ത് നോക്കി ചന്ത ചന്ത എന്ന് പറയണേ? ഇവര് നിപ്പുണ്ടല്ലോ. ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, ഇപ്പൊ ഉറപ്പായി. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ കുടുംബശ്രീയുടെ പേരെന്താണ്? ശാന്തിതീരം. ആ പേരിനോട് എന്തെങ്കിലും ഒന്നും നീതി പുലർത്താവോ? വെറുതെ കിടന്ന് അലമ്പണോ? പുള്ളി വരുമ്പോ മര്യാദയ്ക്ക് പഠിച്ചെടുക്കാൻ നോക്കണം. പുള്ളി വരട്ടെ, കാണിച്ചു കൊടുക്കാം. എന്നത്? എന്റെ കഴിവ്. പേടിച്ചു പോയല്ലോ. അല്ല, എന്റെ വൃത്തിയൊക്കെ സ്വഭാവം ഇവിടെ കാണിക്കുന്നത് കേട്ടോ. എന്താണ് പീസിന്റെ കാര്യം പറഞ്ഞത്? മനസ്സിലായില്ല. എന്താ ഒരു പീസിന്റെ കാര്യം പറഞ്ഞത്? പീസല്ല, ഫീസ്. ഞങ്ങൾ നാടകം പഠിപ്പിക്കാൻ വന്നതാണ്. അപ്പൊ അതിന്റെ ഫീസ് കൃത്യമായിട്ട് മേടിച്ചോണ്ടെന്ന് അവൻ എന്നോട് ഓർമ്മിപ്പിച്ചതാണ്. അത് പഞ്ചായത്താണ് നിങ്ങൾക്ക് ഫീസ് തരുന്നത്. പിന്നെ ഈ ഇങ്ങോട്ട് വരാൻ വേണ്ടി വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുണ്ടായില്ലോ? ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. റോഡിലൂടെ ഓട്ടയിൽ വന്നപ്പോ കാക്കക്കുട്ടി കല്യാണം കൊണ്ട് വേറെ കെട്ടു നേരെ കയറി കറക്റ്റ് സ്ഥലം പഠിക്കാൻ വേണ്ടി തന്നെ കൂടി വെക്കുക. അപ്പൊ പക്ഷേ ഇതാണ് നമ്മൾ നാടകം പഠിപ്പിക്കേണ്ട ആർട്ടിസ്റ്റന്മാര്. അവരുടെ ടീമാണല്ലോ. അവരുടെ ടീമാക്കിയവരെ ഞാൻ നാടകത്തിൽ മാറ്റണം. എന്നൊരു കാര്യം പറയാം, മാഷ് ഇന്നും ഒറ്റ ദിവസം ഇവിടെ കാണത്തോളൂ. ഞാനും മാഷും നാളെ വെളുപ്പിന് ഫസ്റ്റ് ബസ്സിന് ഇവിടെ പോകും. ഈ മാഷേ ഇതൊന്നേ, ഫസ്റ്റ് ബസ്സിന് പോണോ? 2 ദിവസം നിൽക്കാനുള്ള വകുപ്പ് ഇവിടെ ഉണ്ട്. ഉണ്ടോ? നോക്കി ഉണ്ട്. അതെന്നാന്നറിയോ? ഞങ്ങൾക്കൊരു സിനിമ വന്നിട്ട്, SRK ഒരു സിനിമ വന്നിട്ടുണ്ട്. SRK എന്ന് പറയുമ്പോ SRK അറിയില്ല. ഇല്ല, ഇവിടെ വന്ന് വിട്ടേക്കണേ. SRK എന്ന് പറഞ്ഞാൽ കിങ് ഖാൻ. കിങ്കോമോ? ഇത് ഏത് തള്ള? കിങ്കോമല്ല പെണ്ണുമുള്ള കിങ് ഖാൻ, ഷാറുഖ് ഖാൻ. കണ്ടിട്ടുണ്ടോ?
ഷാരൂഖ് ഖാനെ കണ്ടിട്ടുണ്ടോ എന്ന്. ഷാരൂഖ് ഖാൻ എന്നെ മുന്നിൽ വന്ന കമാന്ന് രക്ഷണം വിട്ടത്തില്ല. അതിനെ കാണുമ്പോഴേ ഇങ്ങനെ വന്ന് രക്ഷപ്പെട്ടു മക്കളെ. ആശാനിപ്പോ ഒരാളെ കിട്ടി നിൽക്കുന്ന ഭാഗ്യമാ. എന്റെ നായികയാക്കണേ. ആക്കി. എന്താ പേര്? മിനിമോള്. മിനിമോൾ നായികയാക്കി. മിനിമോളെ ഞാനിങ്ങനെ എടുക്കുക. എങ്ങോട്ട്? സിനിമയിലേക്ക്. നടിയാണ്. നടിയാണ്. ആശാനെ കിട്ടിയാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എനിക്ക് അത്ര സന്തോഷമില്ല. അല്ല എന്നെ എടുത്തല്ലോ അല്ലേ? എടുത്തു മാറ്റി വെച്ചേക്കോ. ഒരു നിവൃത്തിയില്ലാത്ത സമയത്ത് തിരിച്ചെടുക്കും.